മിഡിൽ ഈസ്റ്റ് അശാന്തമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലും വ്യക്തമായിട്ടുള്ളൊരു ദിശ മനസ്സിലാക്കാൻ പറ്റായിട്ടാണ് സ്വർണത്തിൻ്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ ട്രേഡ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ടാണ് ഒരു സൈഡ് വേ മാർക്കറ്റായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. ജനുവരിയിൽ ഗോൾഡിൻ്റെ വ്യാപാരം നടന്നത് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 5595 വരെയാണ്. അതിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 400 പോയിന്റോളം താഴെ വന്നിട്ടുണ്ട്. നിലവിൽ 400-500 പോയിന്റ് താഴെ വന്നിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 4950 മുതൽ ഇന്ന് വ്യാപാരം നടക്കുന്നത് 5030-40-50 റേഞ്ച് വരെയാണ് ഇന്നത്തെ നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഗോൾഡിൻ്റെ വില താഴ്ന്നു നിൽക്കുന്നത് എന്ന് ഒരു ട്രേഡേഴ്സിനും അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ വിലയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇതുവരെ ഗോൾഡിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല. ഗോൾഡ് എവിടേക്ക് പോകുമെന്ന് വ്യക്തമായിട്ടുള്ളൊരു സൂചനയും മാർക്കറ്റ് തരുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരു പരിധി വരെ നിയന്ത്രിതമല്ല. അതായത് വ്യക്തമായിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ നടക്കാതെ ഇത് ഇനി കൂടുതലായിട്ട് യുദ്ധത്തിലേക്ക് കൂടുതൽ പോകുമോ, ഇതിന് യുദ്ധം കൂടുതലായിട്ട് രാജ്യങ്ങൾ പങ്കെടുത്തത് വലിയൊരു കോംപ്ലിക്കേഷനാക്കി മാറ്റുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിയിട്ട് വേണം ലോങ് ടൈമിലോട്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ.